ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾറൗണ്ടർ രുദ്രനാഥിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ഒരു കടച്ചക്ക കറി അല്ലെങ്കിൽ ഒരു ശീമച്ചക്ക കറി ഉണ്ടാക്കാമെന്നാണ്. ആദ്യം തന്നെ ഞാൻ ആ കടച്ചക്കയുടെ തൊലിയെല്ലാം മാറ്റി. ഫ്രണ്ട്സ്, നിങ്ങളെന്താ എൻ്റെ വീഡിയോയ്ക്കൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തത്? പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഞാൻ ആ കടച്ചക്കയെ പീസാക്കി മാറ്റി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒഴിച്ചു. എന്നിട്ട് നല്ലപോലെ ഞാനിതിനി കഴുകിയെടുത്തു ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവാള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ കടച്ചക്കയെ നമുക്കൊരു പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളവും കൂടെ അതിലൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടച്ചക്ക നല്ലപോലെ വെന്ത് വരുത്തുള്ളൂ. ഫ്രണ്ട്സ്, തിളപ്പിക്കുമ്പോൾ നിങ്ങൾ അടച്ചു വെച്ച് തിളപ്പിക്കാൻ മറക്കല്ലേ. ഫ്രണ്ട്സ്, ഇതാ നോക്കൂ, നല്ലപോലെ തീയൊക്കെ കത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ തിളച്ച് വന്നില്ല. നമുക്കിത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ശീമച്ചക്ക നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് നല്ലപോലെ വഴട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് തക്കാളി ഇട്ട് നല്ലപോലെ വഴട്ടിയെടുക്കാം. നല്ലപോലെ വഴണ്ട് വരുമ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിക്ക് കിട്ടും. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് മുളക് പൊടി വീണാൽ നമ്മുടെ എരി കൂടി പോവേ. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഗരം മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ കടച്ചക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ആ കറിയും കടച്ചക്കയായിട്ട് ഒരുമിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കടച്ചക്കയും മസാലയായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലും നമ്മുടെ കറിക്ക് ആ ഒരു ഫ്ലേവറും ആ ഒരു ടെക്സ്ചറും ഒക്കെ കിട്ടത്തുള്ളൂ. അതിപ്പോഴാണ് നമ്മുടെ കറിക്ക് രുചി കൂടത്തുള്ളൂ. അപ്പം നമ്മുടെ കറിക്ക് നല്ല മണവും കിട്ടും. ഫ്രണ്ട്സ്, ആ കണ്ടില്ല, നല്ലപോലെ തിളച്ച് വന്നു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ മണം ഗൈസ്, നല്ല സൂപ്പർ മണം. ഫ്രണ്ട്സ്, ഇതിൻ്റെ മണം കാരണം എനിക്ക് കഴിച്ചോളാൻ വയ്യ. ഫ്രണ്ട്സ്, എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ ഞാനിന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ബൈ.